വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിൽ മൊഴിയിൽ ഉറച്ച് അഫാൻ. താൻ ഇല്ലാതെ ഉമ്മയ്ക്കും അനുജനും പെൺസുഹൃത്തിനും ജീവിക്കാൻ സാധിക്കില്ലെന്നും അതുകൊണ്ടാണ് അവരെ കൊലപ്പെടുത്താൻ തീരുമാനിച്ചതെന്നും ആവർത്തിക്കുകയാണ് അഫാൻ. വിവരങ്ങളുമായി കമലേഷ് തെക്കേക്കാട് ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. കമലേഷ്, എന്തൊക്കെയാണ് അഫാന്റെ മൊഴിയിൽ പുതിയതായുള്ളത്? നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിക്കുകയാണ്. അത് മാത്രമല്ല, ഇന്ന് നിർണായകമായ ചില തെളിവെടുപ്പ് കൂടി ഉണ്ടായിരുന്നു. ബാക്കി അതുകൂടി പൂർത്തിയാക്കിയല്ലേ പോലീസ്? എന്തൊക്കെയാണ് വിവരങ്ങൾ? ജിംഷാദ്, തീർച്ചയായും ഈ കേസുമായി ബന്ധപ്പെട്ട തെളിവെടുപ്പ് പാങ്ങോട് പോലീസ് പൂർത്തിയാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു കേസിലാണ് തെളിവെടുപ്പ് പാങ്ങോട് പോലീസ് പൂർത്തിയാക്കിയിട്ടുള്ളത്. മറ്റ് 2 കേസുകൾ ഇനിയുമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട മറ്റ് കസ്റ്റഡി അപേക്ഷയടക്കം വെഞ്ഞാറമൂട് പോലീസ് നൽകാനിരിക്കുകയാണ്. ഏതായാലും ഈ പാങ്ങോട് പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ നേരത്തെ തന്നെ പ്രതി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ആവർത്തിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇവരെ എല്ലാവരെയും, അതായത് ഈ ഉമ്മയെയും അനിയനെയും തന്റെ പെൺസുഹൃത്തിനെയുമാണ് തനിക്ക് ഏറെ ഇഷ്ടം. അവർക്ക് തിരിച്ചും അങ്ങനെ തന്നെയാണ്. അതായത് പരസ്പരം ഇവരാരുമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ മരിക്കാൻ തീരുമാനിക്കുന്ന ഘട്ടത്തിൽ ഇവരെ എല്ലാവരെയും കൊലപ്പെടുത്തി താനും മരിക്കാൻ തീരുമാനിക്കുകയായിരുന്നു എന്ന മൊഴി നേരത്തെ നൽകിയ മൊഴിയാണ്. അതിൽ തന്നെ ഇന്നത്തെ ചോദ്യം ചെയ്യലിൽ ഉൾപ്പെടെ ആ മൊഴിയിൽ തന്നെ പ്രതി അഫാൻ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് സാഹചര്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത് നേരത്തെ തന്നെ കരുതിക്കൂട്ടി നടത്തിയ ഒരു കൊലപാതകമല്ല. പെട്ടെന്ന്, അതായത് ആദ്യം ഈ ഉമ്മയെയാണ് ആക്രമിക്കുന്നത് വീട്ടിൽ വെച്ച്. അതായത് ഒരു തർക്കം ഉണ്ടാവുകയും ഉമ്മയെ ഷാൾ കഴുത്തിൽ കുരുക്കി ശ്വാസം മുട്ടിക്കുകയും ചെയ്തു. ഉമ്മ കൊല്ലപ്പെട്ടു എന്ന് കരുതിയിട്ടാണ് മറ്റു കൊലപാതകങ്ങളിലേക്ക് പ്രതി പോകുന്നത്. പിന്നീടാണ് സൽമ ബീവിയുടെ വീട്ടിലെത്തുന്നത്. ഇവരുടെ മാല അപഹരിക്കുകയും ഇവരെ കൊലപ്പെടുത്തുകയും ചെയ്യുന്നു. പിന്നീടാണ് ഈ മറ്റു കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നത്. ഏറ്റവും ഒടുവിലാണ് വീണ്ടും വീട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോഴാണ് ഉമ്മ മരിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നത്. ഉമ്മ അവിടെ കരയുകയായിരുന്നു. ഈ ഘട്ടത്തിലാണ് ചുറ്റിക ഉപയോഗിച്ച് ഉമ്മയെ വീണ്ടും അടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നത് എന്നതാണ്. ആ നിലയിൽ നേരത്തെ പോലീസിന് ഉണ്ടായ സംശയം എന്ന് പറയുന്നത് ആദ്യം ചുറ്റിക ഉപയോഗിച്ചുള്ള ആക്രമണം നേരിടേണ്ടി വന്നത് ഉമ്മയ്ക്കാണ് എന്നതാണ്. പക്ഷെ അങ്ങനെയല്ല എന്ന് ഇന്നത്തെ ചോദ്യം ചെയ്യലിൽ പോലീസിന് വ്യക്തമാവുകയാണ്. ഏറ്റവും ഒടുവിലാണ് ഉമ്മയെ ചുറ്റിക കൊണ്ട് ആക്രമിക്കുന്നത് എന്നതാണ് സാഹചര്യം. ഏതായാലും ഇന്നലെ തൊട്ട്, അതായത് ഈ കൊലപാതകം നടന്ന 2 വീടുകളിലും ഇന്നലെ ഈ പ്രതിയെ നേരിട്ടെത്തിച്ച് തെളിവെടുപ്പ് പൂർത്തിയാക്കി. അതായത് പിതൃമാതാവ് സൽമ ബീവിയുടെ വീട്ടിലും അതുപോലെ തന്നെ ഈ ഉമ്മയെ ആക്രമിക്കുകയും അനിയനെയും പെൺസുഹൃത്തിനെയും കൊലപ്പെടുത്തുകയും ചെയ്ത ഇവന്റെ സ്വന്തം വീട്ടിൽ ഉൾപ്പെടെ എത്തിച്ച് തെളിവെടുപ്പ് പൂർത്തിയാക്കി. ഇന്ന് രാവിലെ മുതൽ ഈ സ്വർണ്ണമാല പണയം വെച്ചിട്ടുള്ള ധനകാര്യ സ്ഥാപനത്തിലും അതുപോലെ തന്നെ ചുറ്റിക വാങ്ങിയിട്ടുള്ള സ്ഥാപനത്തിലും ഈ ചുറ്റിക ഇട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ ബാഗ് വാങ്ങിയ ഈ 3 സ്ഥാപനങ്ങളിലും നേരിട്ടെത്തിച്ച് പ്രതിയെ തെളിവെടുപ്പ് പൂർത്തിയാക്കുന്ന സാഹചര്യം ഉണ്ടായി. ഈ കടകളിലെ ജീവനക്കാർ ഈ പ്രതിയെ അഫാനെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അഫാൻ തന്നെയാണ് വന്ന് ഈ സാധനങ്ങൾ വാങ്ങിയിട്ടുള്ളത് എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഏതായാലും അതുകൊണ്ട് ഇന്നത്തോടു കൂടിയാണ് പ്രതിയുടെ 3 ദിവസത്തെ കസ്റ്റഡി കാലാവധി അവസാനിക്കുന്നത്. ഇന്ന് തന്നെ ഈ ചോദ്യം ചെയ്യലും തെളിവെടുപ്പും പൂർത്തിയാക്കിയതിനു ശേഷം വൈകിട്ട് 4 മണിയോടുകൂടി ജഡ്ജിയുടെ വസതിയിൽ എത്തിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. തെളിവെടുപ്പ്, അതായത് കസ്റ്റഡി കാലാവധി പൂർത്തിയായതോടുകൂടി വീണ്ടും ജഡ്ജിയുടെ വസതിയിൽ എത്തിച്ചു. വീണ്ടും ജയിലിലേക്ക് അഫാനെ മാറ്റുന്ന ഒരു സാഹചര്യമാണ്. ഏതായാലും തിങ്കളാഴ്ച മറ്റ് കേസുകളിലുള്ള ചോദ്യം ചെയ്യലും തെളിവെടുപ്പും ഒക്കെ പുരോഗമിക്കേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായി വെഞ്ഞാറമൂട് പോലീസാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. വെഞ്ഞാറമൂട് പോലീസ് പ്രതിക്കായി തിങ്കളാഴ്ച കസ്റ്റഡി അപേക്ഷ നൽകുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ജിംഷാദ്. ശരി, കമലേഷ്.